നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചത് sin 30 cos 16 sin 19 എന്നുള്ള ടേബിളാണ് നമ്മൾ പഠിച്ചത്. അതിൻ്റെ വാല്യൂസ് ആണ് പഠിച്ചത്. നിങ്ങളെല്ലാം കാണാൻ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ? മക്കളെല്ലാവരും ഇത് കാണാൻ പഠിച്ച് ഉറപ്പായിരിക്കും. ഓക്കെ, നമ്മൾ അതിൻ്റെ കുറച്ച് പ്രോബ്ലംസ് ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ ആൻഡ് ജസ്റ്റിഫൈ യുവർ ചോയ്സ്. 2 tan 30 ഡിവൈഡഡ് ബൈ 1 പ്ലസ് tan സ്ക്വയർ 30. ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് 4 എണ്ണം. sin 60, cos 60, tan 60 ആൻഡ് sin 30. ഇങ്ങനെ 4 ഓപ്ഷൻസുകളാണ് നമുക്ക് ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ആൻസർ ചൂസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓൾറെഡി നിങ്ങൾ പഠിച്ചല്ലേ മക്കളെ അല്ലേ? നമ്മൾ എന്താ പഠിച്ചിരിക്കുന്ന? 2 tan 30 ഡിവൈഡഡ് ബൈ 1 പ്ലസ് tan സ്ക്വയർ 30. എന്താണ് മക്കളെ tan 30? tan 30 എന്ന് പറയുന്നത് നിങ്ങൾ പഠിച്ചിരുന്നല്ലേ? 1/√3 ഇൻറ്റു 1/√3 ഡിവൈഡഡ് ബൈ 1 പ്ലസ് tan സ്ക്വയർ 30 എന്ന് പറഞ്ഞു. അപ്പോൾ tan 30 എത്രയാണ്? 1/√3. സോ 1/√3 ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം അല്ലേ മക്കളെ? അങ്ങനെയാണെങ്കിൽ 2 ഇൻറ്റു 1/√3 നമുക്ക് 2/√3 എന്ന് എഴുതാം അല്ലേ? 1 പ്ലസ് 1/√3 ഹോൾ സ്ക്വയർ ആണ്. സ്ക്വയർ എടുക്കുമ്പോൾ 1 പ്ലസ് 1/3 എന്ന് കിട്ടും അല്ലേ മക്കളെ? 1 പ്ലസ് 1/3. നമുക്കിതിനെ ക്ലോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2/√3 ഡിവൈഡഡ് ബൈ 3 പ്ലസ് 1/3. സോ 2/√3 ഡിവൈഡഡ് ബൈ 4/3 എന്ന് കിട്ടും അല്ലേ മക്കളെ? ഇനി ഇതിനെന്ത് ചെയ്യുന്നത്? റെസിപ്രോക്കൽ എടുക്കാൻ പോകും. റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ആണ്. ഡിനോമിനേറ്റർ ന്യൂമറേറ്ററിലിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് 3/4 എന്നിട്ട് വരും. ഇനി 3നെ ഞാൻ ഒന്നുകൂടി റീഅറേഞ്ച് ചെയ്യാൻ പോവാണ്. 2/√3 ഇൻറ്റു √3 ഇൻറ്റു √3 എന്ന് എഴുതാമല്ലോ മക്കളെ? സംശയം ഉണ്ടാ? √3 എന്ത് ചെയ്ത് കളഞ്ഞ്? ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. ഒരു 2ഉം ഒരു 4ൽ 2 തമ്മിൽ ക്യാൻസൽ ചെയ്തു. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? √3/2 കിട്ടി മക്കളെ? √3/2. √3/2 എവിടെയെങ്കിലും പഠിച്ചാൽ നിങ്ങൾ സൈൻ്റെ ടേബിളിൽ സൈൻ കോസ് ടാൻ്റെ ടേബിൾ എവിടെയെങ്കിലും പഠിച്ചായിരുന്നു അല്ലേ? sin 60 എന്ന് പറയുന്നതാണ് എന്തെന്ന് പറയുന്ന √3/2. സോ ഇതിന് പകരം നമുക്ക് എന്ത് എഴുതാം? sin 60 എന്ന് കിട്ടും. നമ്മുടെ ഓപ്ഷൻ അപ്പോൾ ഏതാണ്? എ ആണ് കറക്റ്റ് ഓപ്ഷൻസ്. ക്ലിയർ ആണോ മക്കളെ? ഇതിന്റെ ബാക്കി പ്രോബ്ലംസ് ആണ് സാർ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതുപോലെ തന്നെയാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതാണ്. ചൂസ് ദ കറക്റ്റ് ആൻസർ ആണ് നമുക്ക് ചെയ്യേണ്ടത്. സോ അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ, 1 മൈനസ് tan സ്ക്വയർ 45 ഡിഗ്രി ഡിവൈഡഡ് ബൈ 1 പ്ലസ് tan സ്ക്വയർ 45 ഡിഗ്രി. ഓപ്ഷൻസ് ഉണ്ട്. tan 90 degree, B option 1, C sin 45 degree and last option 0. ഇവിടെ ചോദിച്ചിരിക്കുന്ന 1 മൈനസ് tan സ്ക്വയർ 45 ഡിവൈഡഡ് ബൈ 1 പ്ലസ് tan സ്ക്വയർ 45 എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ നമുക്ക് tan 45യുടെ വാല്യൂ നമുക്കറിയാം. tan 45യുടെ വാല്യൂ എത്രയാണ്? 1 ആണ്. സോ tan square 45 divided 1 minus tan square 45 divided by 1 plus tan square 45 എത്രയാണ് ചോദിച്ചിരുന്നത്. സോ 1 minus tan square 45 degree divided by 1 plus tan square 45 degree. tan 45യുടെ വാല്യൂ സാർ ഇപ്പം പറഞ്ഞു 1 ആണ്. സോ 1 minus 1 square divided by 1 plus 1 square. So 1 minus 1 divided by 1 plus 1. So 0 divided by 2. 0 divided by 2 എത്ര മക്കളെ? 0. 0 divided by 2 0. സോ ഓപ്ഷൻ ഏതാണ് മക്കളെ? ഡി ആണ് നമ്മുടെ കറക്റ്റ് ഓപ്ഷൻസ്. ക്ലിയർ ആണോ മക്കളെ? തേർഡ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. sin 2a is equal to 2 sin a is true when a is equal to dash. ഓപ്ഷൻസ് ഉണ്ട്. A option 0, B option 30, C option 45 and D option 60. ഇവരുടെ ചോദിച്ചിരിക്കുന്ന sin 2a is equal to 2 sin a എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് sin 2aയുടെ വാല്യൂ എന്തിനോട് ഈക്വൽ ആണ്? 2 sin aയോട് ഈക്വൽ ആണ്. ഈസ് ട്രൂ, അത് ട്രൂ ആണ്. അങ്ങനെയാണെങ്കിൽ എയുടെ വാല്യൂ എന്താവണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ നമുക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന കാര്യത്തിൽ തന്നെ നമുക്ക് തുടങ്ങാം അല്ലെ? നമുക്ക് എന്താ തന്നിരുന്ന? sin 2a എന്ന് പറയുന്ന വാല്യൂ 2 sin aയോട് എന്താണ് മക്കളെ? ഈക്വൽ ആണ് അല്ലെ? sin 2aയുടെ വാല്യൂ
ടു സൈൻ എയോട് എന്താണ് ഈക്വൽ ആണ്. ഈക്വൽ ആവണമെങ്കിൽ എയുടെ വാല്യൂ എന്ത് കൊടുത്താലും ഈക്വൽ ആവും. എപ്പോഴാണ് സൈൻ 2a നമുക്ക് എക്ക് ഒരു വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ സൈൻ 2a വാല്യൂ 2 സൈൻ എയുടെ വാല്യൂ ഈക്വൽ ആവുന്ന സിറ്റുവേഷൻ നമ്മൾ നോക്കുന്നു. ഞാൻ എക്ക് 0 ഡിഗ്രി കൊടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ സൈൻ 2 ഇൻറ്റു 0 ശരിയാണല്ലോ മക്കളെ. 2 ഇൻറ്റു സൈൻ 0 എന്താണ് മക്കളെ 2 ഇൻറ്റു സൈൻ 0? സൈൻ 0 0 ആണ്. സോറി 2 ഇൻറ്റു 0 0 ആണ്. 2 ഇൻറ്റു സൈൻ 0 എന്താണ് മക്കളെ 0 ആണ്. അങ്ങനെയാണെങ്കിൽ സൈൻ 0 എന്ന് പറഞ്ഞാൽ എത്ര 0 0 ഈസ് ഈക്വൽ ടു 0 0 ഈസ് ഈക്വൽ ടു 0. അതായത് എന് ഏത് വാല്യൂ കൊടുക്കുമ്പോഴാണ് 0 ഡിഗ്രി എന്ന് പറയുന്ന വാല്യൂ വരുമ്പോഴാണ് എന്താവുന്ന മക്കളെ സൈൻ 2a ഇസ് ഈക്വൽ ടു 2 സൈൻ എ എന്ന് പറയുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത്. ക്ലിയർ ആണോ മക്കളെ? ഫോർത്ത് ക്വസ്റ്റ്യൻ ചെയ്യാം. 2 tan 30 ഡിഗ്രി ഡിവൈഡഡ് ബൈ 1 മൈനസ് tan സ്ക്വയർ 30. ഓപ്ഷൻസ് ഉണ്ട്. എ കോസ് 60 ഡിഗ്രി, ബി സൈൻ 60 ഡിഗ്രി, സി tan 60 ഡിഗ്രി ആൻഡ് ഫൈനലി ഡി സൈൻ 30 ഡിഗ്രി. ക്ലിയർ ആണോ മക്കളെ? ചെയ്യാം നമുക്ക്. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്ന 2 tan സ്ക്വയർ 30 ഡിഗ്രി ഡിവൈഡഡ് ബൈ 1 മൈനസ് tan സ്ക്വയർ 30 ആണ് അല്ലെ. എന്താണ് മക്കളെ 2 tan സ്ക്വയർ 30? tan 30യുടെ വാല്യൂ എത്രയാണ്? 1 ബൈ നമ്മൾ തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യൻ 1 ബൈ √3 ആണ്. അപ്പൊ നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അല്ലെ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോണ 2 tan 30 ഡിവൈഡഡ് ബൈ 1 മൈനസ് tan സ്ക്വയർ 30 ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു 1 ബൈ √3 divided by 1 minus 1 by √3 the whole square. That means 2 by √3 divided by 1 minus 1 by 3 is equal to 2 by √3 divided by 3 minus 1 by 3 equal to 2 by √3 divided by 2 by 3. So 2 by √3 into 3 by 2 in the 2 into cancel √3 √3 into √3 divided by √3 cancel the answer 3 to മക്കളെ √3 3 മക്കളെ ആൻസർ √3. √3 വരുന്ന എപ്പോഴാ? cos 60 √3 ആണോ? അല്ല. sin 60 √3 ആണോ? അല്ല. tan 60 എന്താണ് മക്കളെ? √3 ആണ്. സോ ഇത് നമുക്ക് എന്ത് എഴുതാം? tan 60 ഡിഗ്രി എഴുതാം. സോ ആൻസർ ഏതാണ്? സി ആണ് കറക്റ്റ് ആൻസർ. സി is equal to tan 60 ഡിഗ്രി. ക്ലിയർ ആണോ മക്കളെ? ഇങ്ങനെയാണ് നമ്മൾ ഈ പ്രോബ്ലംസ് ചെയ്യുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. ഇഫ് tan a plus b is equal to √3 and tan a minus b is equal to 1 by √3, 0 less than a plus b less than 90 degree, a greater than b, find a and b. അതായത് ഇവരിവിടെ ചോദിച്ചിരിക്കുന്ന tan a plus b, എയും ബിയും തമ്മിൽ ആഡ് ചെയ്തിട്ട് tan എടുത്തു കഴിയുമ്പോൾ √3യും a മൈനസ് b, a എന്ന് പറയുന്ന ആംഗിളിൽ നിന്ന് പി കുറച്ച് കഴിയുമ്പോൾ 1 by √3 കിട്ടി. എ പ്ലസ് ബിയുടെ വാല്യൂ എന്തായിരിക്കണം? 0ക്കും 90ക്കും ബിറ്റ്വീൻ ആയിരിക്കണം. ബിയുടെ വാല്യൂ എന്തായിരിക്കണം? എയുടെ വാല്യൂവിനെക്കാട്ടി ചെറുതും ആയിരിക്കണം. അങ്ങനെ ആണെങ്കിൽ എന്തിന്റെ വാല്യൂ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ട? എയുടെയും ബിയുടെയും വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. സാർ ആദ്യം തന്നിരിക്കുന്ന കാര്യങ്ങൾ തന്നെ തുടങ്ങാൻ പോകണം. tan a plus b is equal to √3 ആണ്. എന്താ മക്കളെ tan a plus b √3 ആവുന്ന എപ്പോഴാണ്? tan 60യുടെ വാല്യൂ ആണ് √3. സോ നമുക്ക് ഇതിനൊന്നുകൂടി റീഅറേഞ്ച് ചെയ്തിട്ട് tan a plus b is equal to എന്തെന്ന് എഴുതാം? tan 60 എന്ന് എഴുതാം. എന്തെഴുതാം? tan 60. അവിടെ ഞാൻ a plus b is equal എത്രയെന്ന് എഴുതാം മക്കളെ? നമുക്ക് 60 എന്ന് എഴുതാം. ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിച്ചു. സിമിലർലി tan a minus b is equal to 1 by √3 ആണ്. സോ tan a minus b is equal to tan 30 ഡിഗ്രി ആണ് എന്തെന്ന് പറയുന്നത് മക്കളെ? 1 by √3. സോ ഇതിനെ നമുക്ക് എന്ത് എഴുതാം? tan 30 എന്ന് എഴുതാം. സോ a minus b is equal to 30. ഇനി ഞാൻ ഇക്വേഷൻ നമ്പർ 2 എന്ന് വിളിച്ചു. ഇക്വേഷൻ നമ്പർ 1 ആൻഡ് ഇക്വേഷൻ നമ്പർ 2. ഇനി ഞാൻ ചെയ്യാൻ പോകണം ഇക്വേഷൻ നമ്പർ 1 പ്ലസ് ഇക്വേഷൻ നമ്പർ 2. ഇക്വേഷൻ നമ്പർ 1ഉം ഇക്വേഷൻ നമ്പർ 2ഉം തമ്മിൽ ആഡ് ചെയ്യാൻ പോകും. സോ a plus b is equal to 60, a minus b is equal to 30. So 2a is ഇത് 0 ആയിപ്പോ is equal to 90 എന്ന് കിട്ടും. സോ 2a is equal to 90, a is equal to 45 degree.
എയുടെ വാല്യൂ എത്ര കിട്ടി മക്കളെ? നമുക്ക് 45 ഡിഗ്രി എന്ന് കിട്ടി. ഇനി നമുക്ക് എന്തിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം? ബിയുടെ വാല്യൂ കൂടി കണ്ടുപിടിക്കണം. ഞാൻ ഇക്വേഷൻ നമ്പർ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകണം. അപ്പോൾ എന്ത് കിട്ടും? a plus b is equal to 60 degree. So 45 plus b is equal to 60 degree. So b is equal to 16 minus 45. So b is equal to 15 degree. 15 ഡിഗ്രി എന്ന് കിട്ടി. കിട്ടിയല്ലോ മക്കളെ? ക്ലിയർ ആണോ? സംശയം ഉണ്ടോ? നമ്മൾ ഇങ്ങനെയാണ് കുറച്ച് ട്രൂ ഓർ ഫോൾസുകളാണ് നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ള. സാർ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കാൻ പോകണം. സൈൻ എ പ്ലസ് ബി ഇസ് ഈക്വൽ ടു സൈൻ എ പ്ലസ് ബി ഇസ് ഈക്വൽ ടു സൈൻ എ പ്ലസ് സൈൻ ബി ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരിക്കലും അല്ല, കാരണം ഫോൾസ് ആണ് ഇതിന്റെ ആൻസർ. സൈൻ എക്ക് സാറ് 13 എന്നും ബിക്ക് സാറ് 16 എന്നും എടുത്തു. അങ്ങനെയാണെങ്കിൽ സൈൻ 13 പ്ലസ് 16 ഇസ് ഈക്വൽ ടു സൈൻ 90 ഡിഗ്രി എന്നാണ് കിട്ടുന്നത്. സൈൻ 90 ഡിഗ്രി അറിയാലോ നമുക്ക് സൈൻ 90 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 1 ആണ് കിട്ടുന്ന ആൻസർ. സിമിലർലി സൈൻ 30 പ്ലസ് സൈൻ 60. സൈൻ 30യുടെ വാല്യൂ എത്ര മക്കളെ? 1/2. സൈൻ 60യുടെ വാല്യൂ √3/2. ഇതെന്തായാലും സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ആൻസർ 1 കിട്ടില്ല. സോ ഇത് ഈക്വൽ ആണോ? അല്ല. അതാണ് സാർ നേരത്തെ പറഞ്ഞ സൈൻ എ പ്ലസ് ബി ഇസ് ഈക്വൽ ടു സൈൻ എ പ്ലസ് സൈൻ ബി എന്ന് പറയുന്ന കണ്ടീഷൻ ഈക്വൽ ആവില്ല. സെക്കൻഡ് വൺ പറയുന്ന ദ വാല്യൂ ഓഫ് സൈൻ തീറ്റ ഇൻക്രീസ്. ദ വാല്യൂ ഓഫ് സൈൻ തീറ്റ ഇൻക്രീസ് ആസ് തീറ്റ ഈസ് ഇൻക്രീസ്. അതായത് തീറ്റയുടെ വാല്യൂ ഇൻക്രീസ് ചെയ്യുമ്പോഴാണ് സൈൻ തീറ്റ ഇൻക്രീസ് ചെയ്യുന്നതെന്ന് പറഞ്ഞത്. ശരിയാണ് അല്ലേ? സൈൻ 0 എത്രയാ മക്കളെ? സൈൻ 0 0 ആണ്. സൈൻ 30 എത്രയാ? 1/2. സൈൻ 45 1/√2. സൈൻ 60 √3/2. അതായത് തീറ്റയുടെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നത് 0 എന്ന് 39, 30 എന്ന് 45, 16 അങ്ങനെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് സൈൻ ഓഫ് 0 എന്ന് പറയുന്ന വാല്യൂ, സൈൻ ഓഫ് 30 എന്ന് പറയുന്ന വാല്യൂ, സൈൻ ഓഫ് 16 എന്ന് പറയുന്ന, സൈൻ ഓഫ് 19 എന്ന് പറയുന്ന വാല്യൂസ് എല്ലാം എന്ത് ചെയ്തുകൊണ്ടേ ഇരിക്കണം? ഇൻക്രീസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. സോ ട്രൂ ആണ് ആൻസർ അല്ലേ? തേർഡ് വൺ, ദ വാല്യൂ ഓഫ് കോസ് തീറ്റ ഇൻക്രീസ് ആസ് തീറ്റ ഈസ് ഇൻക്രീസ്. നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ക്വസ്റ്റ്യൻ ആണ്. അതായത് തീറ്റയുടെ വാല്യൂ ഇൻക്രീസ് ചെയ്യുമ്പോൾ കോസ് തീറ്റയുടെ വാല്യൂ എന്ത് ചെയ്യുന്ന പറഞ്ഞിരിക്കുന്ന? ഇൻക്രീസ് ചെയ്തിരിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? അപ്പൊ തീറ്റയുടെ വാല്യൂ നമ്മൾ കണ്ടായിരുന്നു അല്ലേ? കോസ് തീറ്റയുടെ വാല്യൂസ് നമ്മൾ പഠിച്ചായിരുന്നു. കോസ് 0 എത്രയായിരുന്നു മക്കളെ? 1 ആണ്. കോസ് 30 എത്ര മക്കളെ? √3/2. കോസ് 45 1/√2. കോസ് 16 1/2. ഇവിടെ നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും തീറ്റയുടെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്ന അനുസരിച്ച് കോസ് തീറ്റയുടെ വാല്യൂ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക മക്കളെ? ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ നമുക്ക് തന്ന കണ്ടീഷൻ എന്താണ്? ഫോഴ്സ് ആണ്. എന്ത് പറയണമായിരുന്നു? തീറ്റ ഇൻക്രീസ് ചെയ്യുമ്പോൾ കോസ് തീറ്റയുടെ വാല്യൂ എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടീഷൻ ട്രൂ ആണ്. പക്ഷെ നമ്മളിവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? തീറ്റയുടെ വാല്യൂ ഇൻക്രീസ് ചെയ്യുമ്പോൾ കോസ് തീറ്റയുടെ വാല്യൂ എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. സോ സ്റ്റേറ്റ്മെന്റ് എന്താണ് മക്കളെ? ഫോഴ്സ് ആണ്. ഫോർത്ത് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫോർത്ത് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്ന സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു കോസ് തീറ്റ ഫോർ ഓൾ വാല്യൂ ഓഫ് തീറ്റ. അതായത് സൈൻ തീറ്റയുടെ വാല്യൂവും കോസ് തീറ്റയുടെ വാല്യൂ ഈക്വൽ ആണെന്ന് പറഞ്ഞിരിക്കുക ഫോർ ഓൾ വാല്യൂ ഓഫ് തീറ്റ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? കാര്യം നമ്മൾ 0 മാത്രം എടുത്താൽ സൈൻ 0 എത്രയാണ്? 0. കോസ് 0 എത്രയാണ്? 1 ആണ്. ഈക്വൽ ആണോ? അല്ല. ഇൻക്രീസ്, അതായത് സെയിം ആംഗിൾസ് വന്നാലും സൈൻ തീറ്റയുടെയും കോസ് തീറ്റയുടെയും വാല്യൂസ് എന്തായിരിക്കും മക്കളെ? ഡിഫറെന്റ് ആയിരിക്കും. സോ സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു കോസ് തീറ്റ എന്ന് പറയുന്നത് ഫോർ ഓൾ വാല്യൂ ഓഫ് തീറ്റ. കണ്ടീഷൻ എന്താണ്? സ്റ്റേറ്റ്മെന്റ്. സാർ ഇനി ലാസ്റ്റ് ക്വസ്റ്റിലേക്ക് പോവാണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, കോട്ട് എ ഈസ് നോട്ട് ഡിഫൈൻഡ്, എ ഈസ് ഈക്വൽ ടു 0 ഡിഗ്രി. അതായത് കോട്ട് എയുടെ വാല്യൂ നോട്ട് ഡിഫൈൻഡ് ആണ്. എവിടെയാണ് മക്കളെ? എയുടെ വാല്യൂ എന്താകുമ്പോൾ? 0 ആകുമ്പോൾ. കോട്ട് എ ഈസ് നോട്ട് ഡിഫൈൻഡ്, എ ഈസ് ഈക്വൽ ടു 0 ആകുമ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. കോട്ട് എ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1/tan ആണ്. എയുടെ വാല്യൂ 0 ഇട്ട് കൊടുക്കാം. 1/tan 0. 1/tan 0 എന്താണ്? 1/0. 1/0 എന്ന് പറഞ്ഞാൽ എന്താണ്? ഈസ് നോട്ട് ഡിഫൈൻഡ്.
ക്ലിയർ ആണോ മക്കളെ? അപ്പോൾ കണ്ടീഷൻ എന്താണ്? സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണ്. ക്ലിയർ ആണോ മക്കളെ? നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിരിക്കുന്ന ഇത്രയും കാര്യങ്ങളാണ്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ നോട്ട് സാർ തരാം. അടുത്ത ക്ലാസ്സിൽ ഇതിനെ കുറച്ചുകൂടി ആപ്ലിക്കേഷൻ പോർഷൻസുകളായിട്ടാണ് നമ്മൾ വരുന്നത്. എനിവേ, താങ്ക് യു.